ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പിന് വളരെ ഈസി ആയിട്ട് ചിക്കൻ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂസയാണ് കേട്ടോ. നമ്മൾ മസാല ചെയ്യുമ്പോഴത്തേക്ക് ഓവറായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ചെയ്യുന്ന ഒരു സമൂസ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു 3 വലിയ പീസ് ചിക്കൻ സാധാരണ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മാത്രം പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതേപോലെ ആ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ മസാലയാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് തന്നെ അതിൽ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു, അതിലേക്ക് തന്നെ ഒരു വലിയ 2 സവാള കട്ട് ചെയ്തത് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസസ് ആക്കിയിട്ടാണ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ വഴന്ന് വരണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ റമദാനിന് തയ്യാറാക്കാൻ പറ്റിയ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചാനലിലുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയൊരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാനിപ്പോൾ ഇതേപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആണെങ്കിലും പ്രശ്നമില്ല, 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേപോലെ ഒരു വലിയ 2 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ മസാലയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ പച്ചമുളക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എരിവിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ എടുത്ത് കളയാൻ കുട്ടികൾക്കൊക്കെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് തുപ്പിയിടും. അതുകൊണ്ട് ഞാൻ അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. പച്ചമുളകാണെങ്കിലും ഞാൻ അവസാനം ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മല്ലിയിലയും ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷമാണ് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ നമ്മൾ പച്ചമുളക് എടുത്ത് മാറ്റാം. ഇനി പച്ചമുളക് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ പീസസ് ആക്കി വെച്ചിട്ടില്ലേ, ആ ഒരു പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മല്ലിയിലയും ഈ ചിക്കനും ചേർക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ്. ഇപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോള കട്ട് ചെയ്യുന്ന ഒരു ടൈം മാത്രം മതി നമുക്ക് ആക്ച്വലി ഇത് ഉണ്ടാക്കാനുള്ള കുറച്ചും കൂടി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ കുറച്ച് മൈദ മാവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് 1 സ്പൂൺ മൈദ എടുത്തിട്ട് ഒരു 2 സ്പൂൺ വെള്ളത്തിൽ ഇതേപോലെ കലക്കിയെടുത്തതാണ്. ഇനി ഇത് നമ്മൾ സമൂസക്കൊക്കെ മടക്കുന്ന ഒരു ഭാഗത്തിൽ സമൂസ ഷീറ്റ് മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ 1 സ്പൂൺ 2 സ്പൂണിൻ്റെ അടുത്ത് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യൂലേ, സാധാരണ സമൂസൊക്കെ എങ്ങനെയാണോ ഏകദേശം എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ സമൂസയുടെ അറ്റത്തായിട്ട് മൈദമാവ് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്താൽ മതി. ഇതേപോലെ ഞാനൊരു 12 ഷീറ്റ് സമൂസ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2 വലിയ സവോളയിലേക്ക് ഒരു 3 കഷ്ണം ചിക്കനും കൂടി ചേർത്തിട്ട് നമുക്കിവിടെ 12 സമൂസയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു അടുപ്പത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ചൂടായതിന് ശേഷം സമൂസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് അതും കൂടി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വെറും 10-15 മിനിറ്റ് മതി ഈ ഒരു സമൂസ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നോമ്പൊക്കെ തുറക്കാനാകുന്ന ആ ഒരു ടൈമിലും വേണമെങ്കിൽ നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് സവോളയല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി, ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്, അസ്സലാമു അലൈക്കും.